ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെ തിരഞ്ഞത് കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് കയ്യിൽ ചുറ്റിയ മുല്ലപ്പൂ മാലയും ഗ്ലാസ്സിലെ പാലും കാണിച്ച് പറയാണ്, അച്ചമ്മ ഓഫർ ചെയ്ത ഗിഫ്റ്റ് നമുക്ക് തന്നെ വാങ്ങണ്ടേ ശ്രുതി എന്ന്. ശ്രുതിക്ക് സുധിയുടെ ഈ വിഡ്ഢിത്തരം കണ്ട് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയെ നിർബന്ധിച്ച് ആ പാല് മുഴുവൻ കുടിപ്പിച്ചു. അത് കുടിച്ചതും കോട്ടുവായിട്ട് ശ്രുതി നല്ല ഉറക്കമായി. പൂമാലയും കയ്യിൽ ചുറ്റി അന്തം വിട്ട് ശ്രുതിയും മൂലയിൽ ഇരിപ്പായി. ഇവിടെ സച്ചിയാണെങ്കിൽ ഓരോ പാട്ടും പാടി രേവതിയെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. രേവതിക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ, സച്ചിയേട്ടാ പാട്ട് കേട്ട് എല്ലാവരും ഓടി വരും, അമ്മ വന്ന് എന്നെ ചീത്തയും പറയും, ഉറങ്ങ് സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ രേവതിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട് സച്ചി. നേരം വെളുത്തിട്ട് ഉണരാത്തതിനെ തുടർന്ന് ചന്ദ്രമതി ശ്രുതിയുടെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ മുല്ലപ്പൂ മാലയും കയ്യിൽ ചുറ്റിയിരിക്കുന്ന ശ്രുതിയെയും കോട്ടുവായിട്ടിരിക്കുന്ന ശ്രുതിയെയും കണ്ട് ചന്ദ്രമതി കള്ളച്ചിരി ചിരിച്ച്, ഇതാണ് രണ്ടാലും എഴുന്നേൽക്കാൻ വൈകിയതല്ലേ എന്ന് പറഞ്ഞ് തലയും കുലുക്കി പതുക്കെ അവിടെ നിന്നും പോയി. ചന്ദ്രമതി പോയതും ശ്രുതിയോട് പറയുന്നത്, ഇനി അടുക്കളയിൽ കയറി പാല് കുടിച്ചാൽ മൂക്കിടിച്ച് പരത്തിക്കളയും എന്ന്. അന്നേരം ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ചന്ദ്രമതി ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് നവീൻ ദാസ് ആയിരുന്നു. ശ്രുതി വന്നതും ഫോൺ വേഗം ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു. ചന്ദ്രമതി നിൽക്കുന്നത് കണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി ശ്രുതി. ഒരുവിധം മുക്കിയും മൂളിയും അടുത്ത മാസം തരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഫോൺ കട്ട് ചെയ്തപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നത്, അല്ല മോളെ, ആരാ ഈ TD എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോൾ കിളി പോയ പോലെ നിൽക്കുന്ന ശ്രുതിയെയാണ് പ്രൊമോ ആയി കാണിക്കുന്നത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.